കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, മെയ് മാസം മാതാവിൻ്റെ വണക്കമാസമാണ്. പരിശുദ്ധ അമ്മയുടെ ഗുണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത് ഹൃദയത്തിലായിരിക്കുന്ന മക്കളായി തീരുവാൻ നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ധ്യാനിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ഗുണങ്ങളെ സ്തോത്ര ഗീതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. പരിശുദ്ധ അമ്മ പറയുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ. അമ്മയുടെ മനസ്സ് ആത്മാവിൻ്റെ ആനന്ദം കൊണ്ട് നിറഞ്ഞൊരു മനസ്സായിരുന്നു. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. പ്രിയം നിറഞ്ഞവരെ, ഈ ആനന്ദം എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ഒക്കെ ദൈവികമായ അനുഗ്രഹത്തെ, കൃപകളാൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സൊക്കെ ആനന്ദം കൊണ്ട് നിർവൃതിയുള്ള, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറച്ച് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഈശോയെ തന്നെ ഉള്ളിൽ നിറച്ച്, ഉദരത്തിൽ മാത്രമല്ല മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിലൊക്കെ നിറച്ച് ഇതാ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ നയിച്ചപ്പോൾ അവളുടെ ചിത്തം ഇതാ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന ചിത്തമായി മാറി. രക്ഷകനായ ദൈവത്തിൽ ആഴമേറിയ അമ്മയുടെ ഉള്ളിൽ ആഴമേറിയ ബോധ്യമാണ്, എൻ്റെ ദൈവം ഈ ഭൂമിയിൽ നിന്നും സകല തിന്മയുടെ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ആ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ ഉദരത്തിൽ വന്ന് ഇതാ വസിച്ചത്, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നത്. എത്രയോ ആനന്ദപൂർണ്ണമായിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായൊരു കാര്യമാണ് പ്രിയം നിറഞ്ഞവർ. അമ്മ ഉദ്ഘോഷിക്കുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈശോയെ ഉദരത്തിൽ വഹിക്കുമ്പോഴാണ് അമ്മ ഈ സ്തോത്രഗീതം ആലപിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലൊക്കെ നിറച്ചുകൊണ്ട് രക്ഷകനായ ദൈവത്തെ, എൻ്റെ രക്ഷ എൻ്റെ ദൈവത്തിൽ മാത്രമാണെന്ന് ഞാൻ ഉദ്ഘോഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ നയിക്കുമ്പോൾ എൻ്റെ ചിത്തം ആനന്ദം കൊണ്ട് നിറയും. ആനന്ദം പറയുന്നത് ഒരു ശരീരത്തിന് സുഖമല്ല പ്രിയം നിറഞ്ഞവരെ. പലപ്പോഴും നമ്മുടെയൊക്കെ ആനന്ദം നമ്മൾ ശരീരത്തിൻ്റെ സുഖങ്ങളിൽ ഒതുക്കുകയാണ്. ആ ശരീരത്തിൻ്റെ സുഖങ്ങളിൽ ഒതുക്കുമ്പോൾ, ആ ശരീരത്തിന് സുഖം കഴിയുമ്പോൾ പലപ്പോഴും അത് നമുക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ട് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നു. ആനന്ദം പറയുന്നത് മനസ്സിൻ്റെ ഒരു സന്തോഷമല്ല പ്രിയം നിറഞ്ഞവരെ. ആനന്ദം പറഞ്ഞാൽ ആത്മാവിൽ എനിക്കുണ്ടാകുന്ന ഒരു അത്യഗാധമായിട്ടുള്ള ഒരു എന്താ പറയുക അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ സുഖമോ മനസ്സിൻ്റെ സന്തോഷമോ അല്ല ആനന്ദം, ആത്മാവിലാണ് ആനന്ദം കടന്നു വരുന്നത്. ഈ ആത്മാവിൻ്റെ ആനന്ദം ശരീരത്തിലേക്കും മനസ്സിലേക്കും നിറയും. എവിടെയാണ് നിറയുന്നത്? ആ വചനത്തെ ഹൃദയത്തിൽ നിറച്ച്, ജീവിതത്തിൽ നിറച്ച്, രക്ഷകനായ ദൈവത്തിൽ ചരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കുമ്പോൾ എൻ്റെ ചിത്തം, പരിശുദ്ധമായ എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് ഇതാ ആ ആനന്ദം കൊണ്ട് നിറയുകയാണ്. അപ്പം എൻ്റെ മനസ്സ് മാത്രമല്ല, എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ദൈവത്തിലുള്ള ആനന്ദത്തിൽ നിറയുന്നു. അത് ആത്മാവ് നൽകുന്ന ആനന്ദമാണ് പ്രിയം നിറഞ്ഞ, ആത്മാവിൻ്റെ ഒരു അഭിഷേകമാണത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഈ ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ആത്മാവിൽ ആനന്ദിക്കാൻ സാധിക്കുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ദിവികാനീശയുടെ മുമ്പിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക, എൻ്റെ ഉള്ളിൽ ഒരു സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുന്നെങ്കിലും എനിക്ക് എൻ്റെ ആത്മാവിൽ, എൻ്റെ മനസ്സിൽ ഒരു ആനന്ദം കുടികൊള്ളുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ്, അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ചരിക്കുന്ന വ്യക്തിയാണെന്ന് അർത്ഥം. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ് രക്ഷ സ്വന്തമാക്കുവാൻ ഒരുവനെ സഹായിക്കുന്നത്. അതാണ് അവൻ്റെ ജീവിതത്തിലും അവൻ്റെ മനസ്സിലും ഹൃദയത്തിലൊക്കെ ആനന്ദത്തിൻ്റെ അവസ്ഥയായിട്ട് മാറുന്നത്. ആത്മാവിൻ്റെ അഭിഷേകം ശക്തമായി കടന്നു വരുന്നത്. പ്രിയ നിറഞ്ഞ ഒരു നിമിഷം ദിവ്യാനീശന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ തമ്പുരാനെ, പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളുടെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഓരോ നിമിഷവും ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ പറയുക മാത്രമല്ല, നമുക്ക് ചിന്തിക്കുവാനും പറയുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിലും സഹനഘട്ടങ്ങളിലും അസ്വസ്ഥഘട്ടങ്ങളിലും പലപ്പോഴും ഞങ്ങൾ നിരാശപ്പെടാറുണ്ട്, അസ്വസ്ഥപ്പെടാറുണ്ട്. അവിടെയൊക്കെ ഈ പരിശുദ്ധ അമ്മയെപ്പോലെ
ഞങ്ങൾക്ക് ഉറപ്പായി ആ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ചിത്തം, ഒരു മനസ്സ് സ്വന്തമാക്കുവാനായിട്ട് അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോ ഞങ്ങളുടെ സന്നിധി ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിൻ്റെ ആനന്ദം ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ആത്മാവിലും വന്ന് നിറയട്ടെ. രക്ഷകനായ ദൈവത്തിൽ നിരന്തരം സന്തോഷിക്കുന്ന മനുഷ്യരായിട്ട് മാറട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങ് വഴി നടത്തണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ അമ്മ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ അമ്മ. അമ്മേ ആശ്രയമേ, നന്മേ ശാശ്വതമേ. അമ്മേ ആശ്രയമേ, നന്മേ ശാശ്വതമേ. മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ അമ്മ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.